വീട്ടിനകത്ത് വീട് എന്ന് പറയുന്നതിനെ പറ്റി പറയണ അച്ഛനെ പറ്റിയാണ് പറയേണ്ടത്. അച്ഛൻ ഞാൻ നേരത്തെ പരാമർശിക്കുമ്പോൾ കൃഷിക്കാരനാണെന്ന് വിചാരിച്ച ഒരു ഭൂവുടമയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അച്ഛൻ ജനിച്ച വീട് അച്ഛൻ്റെ തിരഞ്ഞെടുപ്പല്ല എന്നൊക്കെ എനിക്കറിയാം. അത് ഞാൻ ജനിച്ച വീട് എൻ്റെ തിരഞ്ഞെടുപ്പല്ലാതിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ. അച്ഛനൊരു അപ്രൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന നിലവാരത്തിലൊരാളായിരുന്നു. അദ്ദേഹം ഞാൻ ബഹുമാനിക്കുന്ന വശം അദ്ദേഹത്തിലുള്ള ഒരു സമയത്ത് എനിക്ക് അദ്ദേഹം ഒരു കൈക്കൂലി കൊടുത്തോ അഴിമതി ചെയ്തോ കാര്യങ്ങൾ നടത്തുന്ന ഒരാളായിട്ട് അനുഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെ നാട്ടിൽ റോഡുണ്ടാക്കുന്നതും പാലം ഉണ്ടാക്കുന്നതും പണമുള്ള ആളെന്നുള്ള നിലവാരത്തിൽ മുൻകൈ എടുക്കുകയും ആ മുൻകൈ എടുത്തിട്ട് അത് ചെയ്യുന്നതിനകത്ത് മറ്റുള്ളവരെ കൂടെ സഹകരിപ്പിച്ച് റോഡൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള റോഡ് അദ്ദേഹത്തിന് ആവശ്യമാണെന്നറിയുമ്പോൾ തന്നെ മറ്റുള്ള ആൾക്കാരെക്കാളും കൂടുതൽ പണം ചെലവഴിച്ച് അതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ബഹുമാനം എനിക്കുണ്ട്. അതേപോലെ തന്നെ തൊട്ടടുത്ത സ്കൂളിലെ മാനേജറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന സമയത്ത് ആ സ്കൂൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നടത്തിയതായിട്ടുള്ളതുമൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഞാനും അച്ഛനും തമ്മിൽ ജീവിതത്തിനകത്ത് രണ്ട് ധ്രുവത്തിലായിട്ടാണ് ഞാൻ എന്നെ പ്രതിഷ്ഠിച്ച് മനസ്സിലാക്കിയിരുന്നത്. അത് സ്ത്രീകളോടുള്ള സമീപനത്തിനകത്തുള്ള വ്യത്യാസമാണ്. വളരെ എന്താ പറയണ്ടേ, മെയിൽ സെൻറ്റേഡ് എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ പറ്റുന്ന പുരുഷ കേന്ദ്രീകൃതമായ വീടുകളിലാണ് അച്ഛനൊക്കെ ജനിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെച്ചപ്പെട്ട വശം അദ്ദേഹത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ജനിച്ച് മര്യാദയ്ക്ക് പെരുമാറാനായിട്ട് എളുപ്പമല്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിരിക്കുന്നവരോടോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള രണ്ട് സഹോദരിമാരും അവരോടുമൊക്കെ പെരുമാറിയിരിക്കുന്നതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അച്ഛൻ്റെ ആ കാലഘട്ടത്തിനകത്തുനിന്ന് പരിശോധിച്ച് നോക്കിയാൽ മെച്ചപ്പെട്ട അച്ഛനാണ്, സംശയം എനിക്കില്ല. പക്ഷെ ഞാൻ എപ്പോഴും അമ്മയും അച്ഛനും തമ്മിലുള്ള ഈ എന്താ പറയണ്ടേ സ്ട്രഗിൾസ് ഉണ്ട്. അവർ തമ്മിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്തൊക്കെ ഉണ്ടാകുന്ന അച്ഛൻ പുരുഷനായിരിക്കുന്ന ഭർത്താവായിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ പെരുമാറുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഞാനും ഒക്കെ ആയിട്ട് വഴക്കിട്ട് ഞാൻ BA ക്കൊക്കെ എത്തുമ്പോഴത്തേന് ഇങ്ങനെയല്ല അച്ഛൻ പെരുമാറേണ്ടതെന്ന് വിചാരിച്ചിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ പിരിഞ്ഞു പോകാതെ ഇരുന്ന് ഞങ്ങളെല്ലാവരും തമ്മിൽ അടിച്ചു പിരിയാതിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ മക്കളെല്ലാം അടിച്ചൊക്കെ പിരിയാവില്ല, അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ നിലവാരത്തിലല്ല എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനമുണ്ട്. പക്ഷേ സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് അമ്മയും അച്ഛനും ജീവിച്ചതുപോലെ അല്ല ജീവിക്കേണ്ടതെന്നുള്ള നിലപാടാണ് അന്നുകൊണ്ട് ഇന്നുകൊണ്ട്, അത് ഇനിയും തുടരുന്നു വേണം. അവരുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ധാരാളം പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലെ ബന്ധം നിലനിർത്തിക്കൂടാത്തത്, എങ്ങനെ തുടർന്നുകൂടാ. പക്ഷേ ജനിതകം സമ്മതിക്കത്തില്ലല്ലോ, അതാണ് ഏറ്റവും പ്രശ്നം. അച്ഛൻ്റെ ജനിതകം പോലെ തന്നെ എനിക്കുമൊക്കെ ആ തരത്തിലെ ജനിതകം തന്നെയാണ് ലഭിച്ചത്. എൻ്റെ വീട്ടിലെ എൻ്റെ സഹോദരങ്ങളായിട്ട് 3 പുരുഷന്മാരും 2 സഹോദരികളുമാണുള്ളത്. ആ 3 പുരുഷന്മാരും എൻ്റെ അച്ഛൻ്റെ ട്രെയിറ്റൊക്കെ ഉള്ളവർ തന്നെയാണ്. അവരുടെയൊക്കെ വീട്ടിലും അവരുടെയൊക്കെ എന്താണ് ഭാര്യമാരുമായി അവരുടെ ബന്ധവും ഒക്കെ നമുക്ക് കാണുമ്പോൾ അത് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് എനിക്ക് മാത്രം ബാധിച്ച ഒരു രോഗമായിട്ട് ഞാൻ കാണുന്നില്ല. ട്രെയിറ്റുകളുണ്ട്, അത് നമ്മൾ പരിശീലനം കൊണ്ട് മാത്രമേ സത്യത്തിൽ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വീടുകളിനകത്ത് എങ്ങനെയാണോ കുട്ടിക്കാലത്ത് വളരുന്നത്, എന്ത് കണ്ടാണോ വളരുന്നത്. ഇപ്പോൾ എൻ്റെ അമ്മ വളർത്തിയതിനെ പറ്റി ഞാൻ പറയുമ്പോൾ ആ ഒരു ഭാഗത്താണ് അമ്മ സ്വയം സമരം ചെയ്യുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ലൈംഗികമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, നേരത്തെ ഞാൻ പറഞ്ഞു വിക്ടോറിയൻ കാലത്ത് സ്കൂളിൽ പഠിച്ചിരുന്നതുകൊണ്ട് എൻ്റെ സഹോദരിമാർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ അമ്മ സ്ട്രഗിൾ ചെയ്യുമ്പോഴും അമ്മയ്ക്കത് കഴിഞ്ഞിട്ടില്ല. ഞാനത് ഈ അമ്മയുടെ കൊച്ചുമക്കളായിരിക്കുന്ന പെൺകുട്ടികളോടൊക്കെ അമ്മ പറയുന്ന വരികളൊക്കെ കേട്ടാൽ നമുക്ക് അപ്പം മനസ്സിലാകും അമ്മയ്ക്ക് ഈ വിക്ടോറിയൻ കാലത്തെ ലൈംഗികത തന്നെ. ഞാൻ മലയാളികളുടെ ബോധം തന്നെയായിരുന്നു അമ്മയ്ക്ക് ആ കാര്യത്തിലുണ്ടായിരുന്നത് പോലെ. ആ നിലവാരത്തിലൊരു സ്വന്തമായി
തിരിച്ചറിഞ്ഞത് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയല്ല വേണ്ടതെന്നറിയാൻ വയ്യ, എങ്ങനെ വേണം എന്നറിഞ്ഞൂടായിരുന്നു. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം കൂടുതലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയല്ല വേണ്ടത്, പക്ഷേ എങ്ങനെ വേണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരു സ്ഥലം പോലെയാണ്. അപ്പോൾ അച്ഛന് മുഴുവൻ സമയത്തും ഒരു നല്ല അച്ഛനെന്നുള്ള നിലവാരത്തിലൊക്കെ നമ്മൾ ഇപ്പം ഞങ്ങൾക്ക് അടി തന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ആ കാലഘട്ടത്തിൽ പൊതുവെ എല്ലാവരും ചെയ്തിരുന്നൊരു കാര്യം എന്നുള്ളതല്ലാതെ അവർ സവിശേഷമായിട്ട് ചെയ്ത ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ വയലൻസാണ് അതിനകത്ത് അവരുടെയൊക്കെ അണ്ടർലീനിങ് ആയിട്ട് കിടന്നിരുന്നത്. അത് ഞാൻ ഇന്നും മറന്നു പോകാത്ത ഒരു ജംഗ്ഷനുണ്ട്. ഒരിക്കൽ ഈ ഊണുമേശ എന്ന് പറയുന്ന അവിടെ ഇരുന്ന് ഞങ്ങളുടെ എല്ലാവരും, അമ്മയും ബാക്കിയുള്ള മക്കളും, എനിക്ക് മുഴുവൻ പേരും ഉണ്ടോയെന്ന് ഇപ്പോൾ ഓർമ്മയില്ല, എന്നാലും മിക്കവാറും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഓണം പോലത്തെ എന്തോ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് ഒരുവിധം എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ള ഒരു സമയത്ത് എല്ലാവരും കൂടെ അമ്മയായിട്ടിരുന്ന് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരോടും ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛനിങ്ങനെ വന്നു, പുറത്തെങ്ങാണ്ട് നടക്കുന്നിടത്ത് ഒന്ന് വരികയാണ്. വന്ന് ഒരു കർട്ടൻ കിടപ്പുണ്ട്, ആ കർട്ടൻ ഇങ്ങനെ നീക്കി, എന്നിട്ട് അച്ഛനെ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെല്ലാം കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളെല്ലാവരും നിശബ്ദരായി. അച്ഛനെന്തെങ്കിലും പറയുമ്പോൾ കേൾക്കാം എന്നുള്ള നിലവാരത്തിൽ നമ്മൾ പിന്നെ തമാശയൊന്നും പറയുന്നില്ല, ചിരിക്കുന്നൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുക. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞ്, എന്താണ് ഇവിടെ ചിരിച്ചുകൊണ്ടിരുന്നവരെല്ലാം നിശബ്ദമായത് എന്ന് ചോദിച്ചു. വീണ്ടും ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ ആ 5ാമത്തെ ആളാണ്. ഞാൻ പറഞ്ഞ്, അപ്പോൾ ഞാനന്ന് ഇങ്ങനെ 5ാമത്തെ ആളാന്ന് പറയുമ്പോൾ ഞാൻ BA പഠിച്ച് ഇരിക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞ്, അത് അച്ഛനോട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് സംസാരിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞ്, അതിനോടൊപ്പം തന്നെ ഞാൻ ഇതും കൂടെ പറഞ്ഞു, അച്ഛനെ ഞാൻ തൊട്ടതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് അച്ഛനെ നഖം വെട്ടിത്തരണമെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ വിരലയിലെ തൊട്ടതായിട്ട് എനിക്ക് ഓർമ്മയുള്ളതെന്ന്. കുട്ടിക്കാലത്ത് വളർത്തിയപ്പോൾ എടുത്തുകൊണ്ട് നടന്നു എന്ന് പറയുന്നത് നമ്മൾക്ക് ഓർമ്മയുള്ള കാര്യമല്ല. പക്ഷെ അതിന് ശേഷം അടിക്കാൻ മാത്രമേ അച്ഛൻ പിടിച്ചിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് അപരിചിതത്വമാണ് അനുഭവിക്കുന്നത്, പേടിയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ഇല്ലാതെ ഇപ്പോൾ. അപ്പോഴാണ് ഈ അച്ഛനെ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞ്, നിനക്കറിയോ എൻ്റെ അച്ഛൻ വടി കൊണ്ട് മാത്രമേ എന്നെ തൊട്ടിട്ടുള്ളൂ, നിന്നെ ഞാൻ കയ്യിലെങ്കിലും പിടിച്ചില്ലേ എന്നാണ് പറഞ്ഞത്. അതെൻ്റെ ഒരു ഐ ഓപ്പണറാണ്. കഴിഞ്ഞ തലമുറ അവരനുഭവിച്ചിരുന്ന കാര്യം നമ്മളറിയത്തില്ല. അങ്ങനെ അത് പറഞ്ഞാൽ അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞത് മനസ്സിലായി. പക്ഷേ പിന്നെ കുറച്ച് നേരം അച്ഛൻ അവിടെ നിന്ന് സംസാരിച്ച് അച്ഛൻ പോയി. ഞങ്ങളെല്ലാവരും പിരിഞ്ഞ് ആഹ്ലാദകരം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്ന് ആലോചിക്കാൻ ബാധ്യത വന്ന, ജീവിതത്തിനകത്ത് കാണുന്ന നമ്മൾ ആളുകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമെല്ലാം മറന്നു പോയിട്ട് അവരിലുണ്ടാകുന്ന മാറ്റം നമുക്ക് കാണാൻ കഴിയാതെ എല്ലാ ആളുകളും അനുഭവിക്കുന്ന പ്രശ്നമാണ് അത്. വ്യക്തി ജീവിതത്തിനകത്ത് ഞാനതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ പരമാവധി മാറാനൊക്കെ ശ്രമിക്കും. അപ്പോഴും നമ്മളിൽ ഈ ട്രേറ്റ് നമ്മളെ രൂപപ്പെടുത്തിയിരിക്കുന്ന സാധനം ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ അത് മാത്രം ആളുകൾ കണ്ടെത്തിയിട്ട് അത് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് എവിടുന്ന് ജനിച്ച് വന്നിട്ടാണ് അല്പമെങ്കിലും നീതിയുള്ളവരായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്ന ജാതി നിന്നിരുന്ന സമൂഹം, എൻ്റെ വീട്ടിൽ തന്നെ എന്താണ് അവിടുത്തെ ദരിദ്രരായ ജനങ്ങൾ കടന്നു വരുമ്പോൾ കടന്നു വരാതിരിക്കാനുള്ള 3 വേലി ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു. ആ വീട് തുറന്നു വെച്ച് എല്ലാവരും കടന്നു വരാനായിട്ട് അനുവദിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇതൊന്നും പറയുന്ന കാരണം കൊണ്ട് നമ്മൾ മോശമായിട്ട് പെരുമാറുന്നതിന് ന്യായമൊന്നും അല്ല അതൊന്നും തന്നെ. അതും എനിക്ക് അങ്ങനെ അറിയാം. നമ്മൾ മാറി എന്ന് പറയുമ്പം ആ മാറ്റം അനുഭവിക്കാനായിട്ട് കഴിയാതെ പോയ ആളുകൾ അവരുടെ ജീവിതത്തിനകത്ത് ദുഃഖങ്ങളൊന്നും ചെറുതായിട്ട് കണ്ടുകൂടാ നമ്മൾ. അപ്പോൾ അത് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് ഏറ്റവും
പിവട്ടലായിട്ടുള്ളൊരു സാധനമാണ്. ഒരാൾ വളരെ പാടുപെട്ടിട്ട് ഒരു കറി വെച്ച് കളയാൻ വീട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് കറി വെച്ച് ഉപ്പിടാതിരിക്കുകയോ അല്ലെങ്കിൽ ഉപ്പ് കൂടുതലിടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ കളിയാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഇടുന്ന എഫർട്ട് മുഴുവൻ പോകുമല്ലോ. അതുപോലുള്ള കാര്യങ്ങളുണ്ട്. അത് നല്ല രസമാണ്. അതൊക്കെ ആ നിലവാരത്തിലെ കാര്യങ്ങൾ. ഞാൻ ഇത് പറയുന്ന സമയത്ത് ഈ വീട് വൃത്തിയാക്കുക എന്നൊക്കെ പറയുന്ന കാര്യത്തിനകത്ത് ഞാൻ നിർബന്ധപൂർവ്വം ഞാൻ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. തൂക്കുക എടുക്കുക എന്ന് പറയുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ അപ്പോൾ റോഡിൻ്റെ സൈഡിലുള്ള വീടാണ്. അവിടെ ഞാൻ മുറ്റമൊക്കെ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ ജയശ്രീ അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജയശ്രീ അപ്പോൾ ഞങ്ങളൊരു എനിക്ക് തോന്നുന്നൊരു 10-18 വർഷം ഒന്നിച്ച് ജീവിച്ച സമയത്താണ്. ജയശ്രീ ഇങ്ങനെ നോക്കി വെച്ച് പറഞ്ഞ്, മൈത്രേനെ ഇങ്ങനെ നോക്കുന്നവർ ഞാനൊരു ചീത്ത സ്ത്രീയായിട്ട് നാട്ടുകാർ കാണാനുള്ള കാരണമായി മാറുമെന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമാണ് ആ പറയുന്നത്, ആ പോയിൻ്റ്. നമ്മൾ ആ ചെയ്യുന്നത് വഴി എല്ലാവരും, കാരണം നാട് മാറുന്നില്ലല്ലോ. അവർ നോക്കുമ്പോൾ കാണാൻ ഒരു സ്ത്രീ കാലിനെ മേൽ കാലും വെച്ച് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു, പുരുഷൻ അവിടെ തൂക്കുന്നു എന്നാണ്. മോശപ്പെട്ട സ്ത്രീയായിട്ട് ഈ കേരളത്തിൻ്റെ പൊതുബോധം അങ്ങനെയായിരിക്കും ജയശ്രീ വായിക്കുന്നത്, ഒരു സംശയവും വേണ്ട. അപ്പം ഇതുപോലുള്ള ഏരിയകൾ എപ്പോഴും നിൽക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മനുഷ്യജീവിതം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അതിരുകളും അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ശരികളും തെറ്റുകളും എല്ലാം കൂടെ സങ്കീർണമാണ് ജീവിതം. എന്നാൽ വളരെ ലളിതവുമാണ്. ഒരു സാധാരണ ഒരു ജീവിയാണ്. ആ ജീവി ഇവിടെ മക്കളെ ഉണ്ടാക്കി ജീവിക്കുന്നു എന്നുള്ളത്, അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാം. ലളിതമായി മനസ്സിലാക്കാനും പറ്റും നമുക്ക്. പക്ഷേ മനുഷ്യരുണ്ടാക്കി അവരുടെ ചരിത്രം കൊണ്ട് തന്നെ അവർ സ്വയം കുഴി കൂത്തി അതിനകത്ത് മൂടി നിന്നുകൊണ്ടാണ് ഈ സ്ട്രഗിൾ മുഴുവൻ ചെയ്യുന്നത്. ആളുകൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടാൽ തോന്നും ലോകത്തുള്ള പ്രശ്നങ്ങൾ, ഭക്ഷണം കിട്ടാത്ത പ്രശ്നമോ ഇതൊന്നുമല്ല. ഈ മനുഷ്യരുണ്ടാക്കിയ അവർ സ്വയം കുഴിച്ച കുഴിക്കകത്താണ് ഈ സ്ട്രഗിൾ മുഴുവൻ നിൽക്കുന്നത്. ആ ഏരിയകളിലെല്ലാം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അച്ഛൻ്റെയും അമ്മയുടെയും, അച്ഛൻ ഒരു ഭൂവുടമ വർഗത്തിൽപ്പെട്ട ആളായിരിക്കുമ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ വിദ്യാസമ്പന്നരായ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ മക്കളായിട്ട് ജനിച്ച, നമ്മൾക്ക് മാർക്സിസ്റ്റ് ടെർമിനോളജി അനുസരിച്ച് ഒരു ഫ്യൂഡൽ കുടുംബവും ഒരു ബൂർഷ്വാ കുടുംബവും തമ്മിലായിരുന്നു കല്യാണം കഴിച്ചതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ബന്ധങ്ങൾ ഇതൊക്കെ നമുക്ക് അവരുടെ ജീവിതത്തിൽ സമീപന രീതിയിലെല്ലാം കാണാൻ പറ്റുമായിരുന്നു. 10ാം ക്ലാസ് പാസ്സായ അമ്മ ആ സമയത്ത് എന്നെ കല്യാണം കഴിക്കാമായിരുന്നു അച്ഛൻ ചെയ്തത്. അമ്മയ്ക്ക് അന്ന് സൈക്കിൾ ചവിട്ടി നടക്കാൻ അറിയുന്നത്. ഞാൻ ആ കാലഘട്ടത്തിൽ സൈക്കിൾ ചവിട്ടുന്ന വീട്ടിൽ നിന്ന് അമ്മ വരും. പിന്നെ അമ്മ ഒരിക്കലും സൈക്കിൾ ചവിട്ടിയിട്ടില്ല വിവാഹം കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അമ്മയ്ക്ക് സ്വന്തം വരുമാനം ഇല്ലാത്ത ഒരാളായിപ്പോയി. അമ്മയുടെ അച്ഛൻ വന്ന് റോഡിൻ്റെ സൈഡിൽ കടയൊക്കെ കെട്ടി ഒരു വാടക കൊടുക്കുന്ന കടകളിനകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുത്തിട്ട് ആ അപ്പൂപ്പൻ പറഞ്ഞ ഒരു വരിയുണ്ട്. ഈ വരുമാനം, അച്ഛൻ്റെ പേര് പ്രഭാകരൻ എന്നായിരുന്നു, പ്രഭാകരന് ഉള്ളതല്ല, അത് രാജമ്മയ്ക്കുള്ളതാണ്, എൻ്റെ അമ്മയ്ക്കുള്ളതാണ്, അത് അവരുടെ വരുമാനത്തിനാണ്, അത് എടുക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്തത്. അത് അന്ന് ചെയ്ത ഒരു കാര്യമാണ്, ഒരു ചെറിയ കാര്യമേ അല്ല. കാരണം വീടുകളിൽ നിന്ന് പറഞ്ഞു വിട്ട ഭർത്താവിൻ്റെ അടിമയായിട്ട് കഴിയാൻ മാത്രം വിധിക്കപ്പെട്ടതായിരുന്നേ. അത്രയും തിരിച്ചറിവുള്ള ആളായിരുന്നു അമ്മയുടെ അച്ഛൻ. അപ്പോൾ അതൊക്കെ നമ്മൾ അന്നും കാണുന്ന ആ ഒരു സ്പേസ്, അത് ആ വാക്ക് പക്ഷേ അച്ഛൻ തെറ്റിച്ചിട്ടില്ല. ഒരിക്കൽ പോലും അമ്മയുടെ അടുത്ത് നിന്ന് അതിൻ്റെ കണക്കോ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. അവിടെയാണ് അച്ഛനൊരു അപ്രൈറ്റ് ആണെന്ന് ഞാൻ പറയുന്ന പോയിൻ്റ് വരും. പക്ഷേ വളരെ അധികാരമുണ്ടായിരുന്ന, സാമൂഹികമായ അധികാരം വരെ ഉണ്ടായിരുന്ന കുടുംബമായിരുന്നു. അപ്പോൾ അവിടുന്ന് ജനിച്ച് വളർന്ന ആളിന് വെച്ചിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ മുന്നേ പോവും, പലതരത്തിൽ മുന്നേ ഒരു മെച്ചപ്പെട്ട മനുഷ്യനായിട്ട് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് അച്ഛൻ്റെ വീട്ടിൽ മക്കളായി ജനിക്കുകയും അമ്മ ഇതെല്ലാം ചെയ്യുമ്പോഴും അമ്മയ്ക്ക് നേരത്തെ പറഞ്ഞ സ്ത്രീകൾ എവിടെ നിൽക്കണം എന്ന് സ്വന്തം ജീവിതത്തിൽ സമരം ചെയ്യുമ്പോഴും മറ്റുള്ള സ്ത്രീകളോട് അവരെല്ലാം കീഴടങ്ങി ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആൾ തന്നെയായിരുന്നു. അതാണ് എൻ്റെ മകൾ കനി
അമ്മയായിട്ട് അഭിപ്രായ വ്യത്യാസത്തിൽ മാറി നിൽക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. അതൊക്കെ ഈ കാരണം കൊണ്ടാണ്. അമ്മയ്ക്ക് ലൈംഗികത വിക്ടോറിയൻ കാലഘട്ടത്തിലെ ലൈംഗികതയായിരുന്നു, അത് സംശയം വേണ്ട. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളും ഈ പറഞ്ഞ സംഘർഷവും ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ രണ്ട് തരത്തിലെ മനുഷ്യരായിട്ട് നമ്മൾ ഒരേ സമയത്ത് ജീവിക്കാൻ വരുന്ന സ്ഥലങ്ങൾ. എൻ്റെ സഹോദരിമാർ രണ്ടുപേരും നല്ല ഭാര്യമാരാകാനായിട്ട് തന്നെ വിധിക്കപ്പെട്ടു പോയിട്ടുള്ള പാടുപെട്ട് പോയിട്ടുണ്ട്. അവർക്ക് വേറൊന്ന് അമ്മയിൽ നിന്ന് പഠിക്കാൻ പറ്റത്തില്ല. കാരണം അമ്മ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ അതിൻ്റെ ഒരു എന്താ പറയണ്ടേ, തിയറട്ടിക്കലായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് അമ്മയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തുല്യതയാണ് എൻ്റെ പ്രശ്നം എന്ന് പറയാൻ അറിഞ്ഞൂടായിരുന്നു. അതൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിനെ അനലൈസ് ചെയ്ത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് നമ്മുടെ പ്രശ്നം എന്ന് തിരിച്ചറിവുണ്ടാകും. അതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഈ തിരിച്ചറിവുണ്ടായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ജയശ്രീ എന്നെ വിമർശിക്കുമ്പോൾ അത് എന്നിൽ ഇന്ന തരത്തിലെ ട്രെയ്റ്റ് അതിനെയാണ് പറയുന്നത്, അല്ല ജയശ്രീ എന്നെ വെറുത്തിട്ട് പറയുകയല്ല എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടാകുന്നതുകൊണ്ടാണ് അത് പ്രാക്ടീസ് ചെയ്ത് മാറ്റാൻ എനിക്ക് ശ്രമിക്കാൻ പറ്റും. ഞാൻ ആ ശ്രമിച്ച ആൾ മാത്രമാണ് എന്ന് അത് പറയേണ്ടി വരുന്നത് കൊണ്ടാണ്. ശ്രമിച്ച ആളാണ്, വിജയിച്ച ആളല്ല. അപ്പോൾ അതെൻ്റെ കൂടെ വന്ന താമസിച്ചവരെല്ലാം പറയും ഞാൻ ജനാധിപത്യം ഇല്ലാത്തൊരുത്തനാണെന്ന് പറയും. എന്നാലും അവരാരും എന്നെ കളഞ്ഞില്ല. അതാണ് ഞാൻ ആകെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് കാണുന്നത്. എൻ്റെ ഇണയായിട്ടിരുന്നവർ, കാമുകിമാരായിരുന്നവർ, അവരെന്നെ ഇതുവരെ കളഞ്ഞില്ല എന്ന് പറയുന്നത് മാത്രമാണ് സത്യത്തിൽ അങ്ങനെ കാണാനുള്ളത്. അപ്പോൾ അതിനപ്പുറത്തോട്ട് കഴിയാതെ പോകുന്നത് നമ്മൾ രൂപപ്പെടുത്തുന്ന, അവിടെയാണ് കുട്ടികളെ വളർത്തുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യത്തിനകത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് രൂപപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ലോകത്തേക്ക് നമുക്ക് എത്താനൊക്കത്തുള്ളൂ. തുല്യതാബോധത്തോടെ പെരുമാറാൻ കഴിയുള്ളൂ. എൻ്റെ വീട്ടിനകത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കുമായിട്ട് 6 പേരാണുള്ളത്. ആദ്യം 2 സഹോദരന്മാർ, ഒരു സഹോദരി, അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പുരുഷന്മാർ, അത് കഴിഞ്ഞ് പിന്നെ ഒരു സഹോദരി. ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ 5ാമത്തെ ആളാണ്. ഏറ്റവും മൂത്ത ആൾ ഇപ്പോൾ അദ്ദേഹം ഡോക്ടറായി. വിവാഹം കഴിച്ചത് കോട്ടയത്ത് ബെസ്റ്റ് ഹോട്ടലിൽ, അവരുടെ മകളെ ബെസ്റ്റ് ഹോട്ടൽ എന്ന് പറയുന്ന അവിടെ അറിയപ്പെടുന്ന ഒരു ഒരു വീടാണ്. അവരുടെ മൂത്ത മകളെയാണ്. അവർ 2 പേരും ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. അവർക്ക് 2 മക്കളും. അത് കഴിഞ്ഞാൽ 2ാമത്തെ ജ്യേഷ്ഠനാണ്. ഞങ്ങൾ 2 പേരും നല്ലൊരു ടീമായിരുന്നു. ഏറ്റവും കൂടുതൽ വീട്ടിലുണ്ടായിരുന്ന ജ്യേഷ്ഠന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം ഇംഗ്ലീഷ് അദ്ദേഹത്തിനൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അത് ഭാഷ പഠിക്കുന്നതിനുള്ള ഒരു പ്രോബ്ലം. ബാക്കി എല്ലാ നിലവാരത്തിലും നല്ല മിടുക്കനായ ഒരാളാണ്. പക്ഷേ ആ ഭാഷ പഠിക്കാൻ ഇന്ന് പിൽക്കാലത്ത് ഞാനത് ഈ ഭാഷ പറയുന്ന, അപ്പോൾ ജ്യേഷ്ഠന് കുട്ടിക്കാലത്ത് വ്യത്യസ്തമായ ഒരു ഭാഷയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കിയൊക്കെ പറയുമായിരുന്നു. പിന്നെ എത്രയോ വർഷത്തിന് ശേഷമാണ് ഡിസ്ലെക്സിയ ഉള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് അക്ഷരം തിരിച്ചെഴുതും. അപ്പോൾ അമ്മ ഞാനിതിങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞിടാ നിൻ്റെ 2ാമത്തെ ജ്യേഷ്ഠന് ഈ അക്ഷരം തിരിച്ചെഴുതുമായിരുന്നു എന്ന്. അപ്പോൾ അമ്മയൊക്കെ ചേട്ടനെ കളിയാക്കിയിരുന്ന ഒരു സ്ഥലമുണ്ട്. അത് ചേട്ടന് ഇങ്ങനൊരു ഏരിയ അറിഞ്ഞുകൂടാ. ജ്യേഷ്ഠന് ഒരു 2 വർഷം താമസിച്ച് പഠിക്കാനായിട്ട്, എന്ന് പറഞ്ഞാൽ 6 വയസ്സുള്ള ഒരു കുട്ടി ഡിസ്ലെക്സിയ ഉള്ള ഒരാളാണെന്ന് മനസ്സിലാക്കിയ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് സ്കൂളിൽ ചേർത്താൽ മതി. ഒരു പ്രശ്നമില്ലാതെ അവർ പഠിച്ചു പോയാൽ. ഈ ഒരൊറ്റ കാരണമാണ്. എനിക്ക് കാണാൻ പറ്റും ജ്യേഷ്ഠന് അങ്ങനത്തെ. അതേസമയത്ത് വളരെ എല്ലാ കാര്യവും വായിച്ച് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിവുണ്ട്. മെഷീൻസൊക്കെ ബന്ധപ്പെട്ട്. പക്ഷേ ഈ ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും കോളേജിൽ ഈ പ്രീ യൂണിവേഴ്സിറ്റി അന്ന് പഠിക്കുന്ന സമയത്ത് ജ്യേഷ്ഠൻ തോറ്റുപോയി. തോറ്റുപോയിട്ട് പരീക്ഷ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി 10ാം ക്ലാസ് പഠിച്ച് ചേട്ടനോടൊപ്പം എത്തി. അപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ട് അതേ പറഞ്ഞ് ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ കൃഷിയെ സഹായിക്കുന്ന ആളായിട്ടും ബിസിനസ് ചെയ്യുന്ന ആളായിട്ടും അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പങ്കാളിയും അവർ ചേർത്തലയിൽ നിന്ന് വരുന്നവരാണ്. അവിടുന്ന്
2 മക്കളുമായിട്ട് അദ്ദേഹവും ജീവിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സഹോദരിയാണ്. അവർ സുവോളജി പഠിച്ചു MSc പാസ്സായി കൊല്ലം SM കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട്. അവരുടെ പേര് ജയശ്രീ എന്നാണ്. രണ്ടാമത്തെ ചേട്ടൻ്റെ പേര് പേര് പറയാൻ മറന്നുപോയി. മൂത്ത ജ്യേഷ്ഠൻ്റെ പേര് ഡോക്ടർ ശരത് ചന്ദ്രൻ, രണ്ടാമത്തെ ജ്യേഷ്ഠൻ മോഹനചന്ദ്രൻ, മൂന്നാമത്തെ സഹോദരി അവർ കോളേജിലെ പ്രൊഫസറായിട്ടാണ് റിട്ടയർ ചെയ്തത്. അവരുടെ ഭർത്താവായിട്ടിരുന്നത് അവിടെ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന അദ്ദേഹം പ്രൊഫസറായിരുന്ന രാജേന്ദ്ര പ്രസാദ്. അവർക്ക് 2 മക്കളുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളത് ചേട്ടൻ, അദ്ദേഹവും ഡോക്ടറാണ്. ഈ മൂത്ത ജ്യേഷ്ഠനും രണ്ടാമത്തെ ജ്യേഷ്ഠനും ടാറ്റയുടെ ജംഷഡ്പൂരിലുള്ള കസ്തൂർബ മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. അവരാണ് ഈ പോയിച്ച് തിരിച്ചു വരുമ്പോൾ ഭയങ്കര സ്വീകരണമാണ്, അതുകൊണ്ട് ഞാനും വടക്കേറ്റി പഠിക്കാൻ പോകാമെന്ന് ആലോചിച്ചത് ഇവർ 2 പേരും കാരണം. ആ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഒരു ഡോക്ടറാണ്, കല്യാണിക്കുട്ടി. അവർ കൊല്ലത്ത് താമസിച്ചിരുന്നു, ഇപ്പോൾ അവർ ബാംഗ്ലൂർ താമസിക്കുന്നുണ്ട്. അവർക്കും 2 മക്കളുണ്ട്. പിന്നെ ഞാനാണ്, ഇളയ സഹോദരിയാണ്, ശുഭശ്രീ എന്നാണ് അവരുടെ പേര്. അവരുടെ ഭർത്താവ് രമേശൻ. അവർ ഓസ്ട്രേലിയയിലാണ്. ഗൾഫിലായിരുന്നു ഒരു 10-20 വർഷത്തോളം. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അവർക്കും 2 മക്കളുണ്ട്. ഇങ്ങനെ എത്രയാണ് ഒരു സിബ്ലിങ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും ഓസ്ട്രേലിയയിലുള്ള ജ്യേഷ്ഠനും അനിയത്തിയും വലിയ അകലമില്ലാതെ അവിടെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു കുടുംബം പോലെയൊക്കെ അവർക്ക് പറ്റും. അവരുടെ മക്കളുമൊക്കെ ഒന്നിച്ചൊക്കെ അവിടെ ഉള്ളത് കാരണം കൊണ്ട് തീരെ ഒറ്റപ്പെട്ട പോലെ അവർ അനുഭവിക്കാതെ അവർ ജീവിക്കുന്നുണ്ട്. കൊച്ചുമക്കളായിട്ടുള്ളവരിൽ ഒരാൾ, രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ മകള് കുവൈറ്റിലാണ്. അവരുടെ സഹോദരിയുടെ മോന് അമേരിക്കയിലാണ്. എൻ്റെ നേരെ മൂത്ത ഡോക്ടർ ചേട്ടൻ്റെ മോനെ ഒരാൾ, അയാളും അമേരിക്കയിലാണ്. അങ്ങനെ പരന്ന ഒരു പലയിടത്തായിട്ട് കിടക്കുന്ന ഒരു കുടുംബമൊക്കെയാണ്. അമ്മ സ്കൈപ്പ് ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ആളുകളോടെല്ലാം സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വീടിനകത്ത് ഈ ആളുകളെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഒരു ലോകമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചു കൂടുന്ന, അത് വർഷത്തിലൊരു 2 വർഷമൊക്കെ കൂടുമ്പം ഓസ്ട്രേലിയയിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും കൂടെ വരാൻ ശ്രമിക്കുകയും അങ്ങനെ ഒന്നിച്ചു കൂടുന്ന ഒരു തുടർച്ചയുണ്ട്. അമ്മയും അച്ഛനും 50 വർഷം കഴിഞ്ഞതാണ് സമയത്താണ് ഞങ്ങളങ്ങനെ അങ്ങോട്ട് ഒന്നിച്ചു കൂടുന്ന ഒരു തുടർച്ചയായിട്ട് പിന്നെ അത് ഉണ്ടായിട്ടുണ്ട്. ഈ ഫോട്ടോഗ്രാഫൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു തുടർച്ചയിൽ കാണാൻ പറ്റും ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുന്നത്. ഇമ്മീഡിയറ്റായിട്ട് ഉള്ള ബന്ധുക്കളെ അമ്മയുടെ ഒരു സഹോദരൻ ഡോക്ടർ തമ്പുരാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മിണി, പിന്നെ അവർക്ക് 3 പെൺമക്കളാണ്. അവർ 3 എല്ലാവരും സന്തോഷത്തോടെ ജീവനോടൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരാൾ മരിച്ചു പോയിരിക്കുന്നത് സഹോദരിയുടെ ഭർത്താവാണ്, പ്രൊഫസർ രാജേന്ദ്ര പ്രസാദ്. ബാക്കി എല്ലാവരും ഇന്നും ഉണ്ട്. അപ്പോൾ ഈ വീട്ടിലുള്ള ആളുകളൊക്കെ ഞാനത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബക്കാരനായിട്ട് ജീവിച്ചിട്ടേ ഇല്ല. ബന്ധുക്കളെ അല്ല എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അമ്മ വരും. എൻ്റെ കൂടെ ആകെ താമസിച്ച ഒരാൾ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ഡോക്ടർ മാത്രമേ ഉള്ളൂ. അദ്ദേഹം പാട്ട് പാടാനായിട്ട് വലിയ കൗതുകം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹം വരുമ്പോഴെല്ലാം എൻ്റെ കൂട്ടുകാരായ പാട്ടുകാരെയെല്ലാം സംഘടിപ്പിച്ച് അവിടെ വയ്ക്കുക. അങ്ങനെ ഒരു പാട്ടും സദസ്സുണ്ടായിരുന്നു. അതായിരുന്നൊരു എൻ്റെ വീട്ടിലേക്ക് വരുന്ന മറ്റുള്ളവരെല്ലാവരും, എൻ്റെ വീട്ടിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ എല്ലാ സുഹൃത്തുക്കളായിട്ടുള്ളവരെല്ലാം വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ബന്ധുക്കൾക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യലായ സ്ഥലം ഇല്ലാതായി പോകുന്നൊരു ഇടവായിരുന്നു. അതെൻ്റെ ജ്യേഷ്ഠന്മാർക്കും സഹോദരിമാർക്കൊക്കെ അറിയാം. അങ്ങനെ അവർ ഒരു സ്പെഷ്യൽ സ്ഥലം കിട്ടാത്തത് അതുകൊണ്ടൊക്കെ അവരും അവിടോട്ട് വരാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ സമയത്ത് തീരെ അപരിചിതമായിട്ടല്ലാതെ എല്ലാവരുമായി ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അനിയത്തി, ഓസ്ട്രേലിയയിലുള്ള അനിയത്തി, ഞാൻ പുസ്തകമൊക്കെ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് എന്നെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്.
അവൾ തന്ന ഒരു 25,000 രൂപ കൊണ്ടാണ് ഞങ്ങൾ കുറേ പുസ്തകങ്ങളൊക്കെ അടിച്ചിട്ടൊക്കെ ഉള്ളത്. പണമൊക്കെ പിന്നെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ തിരിച്ചു കൊടുക്കുമ്പോൾ അന്ന് ആ പണം തരുന്ന കാരണം കൊണ്ടാണ് ആ ഒരു സംഭവം നടത്താനൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം അവരെല്ലാവരും ഞാൻ ജീവിക്കുന്ന പോലെ ജീവിക്കേണ്ടെന്ന് അവർക്കൊക്കെ തോന്നും. ഞാൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിനോടൊക്കെ അവർക്ക് വിയോജിപ്പുള്ളപ്പോഴും അവരാരും എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ഉപേക്ഷയൊക്കെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനായിരിക്കും. ഞാൻ യോജിക്കുക അവരുടെ ജീവിതം കൊണ്ട് അവരെടുക്കുന്ന നിലപാടുകളോടൊക്കെ എനിക്ക് വിയോജിപ്പുള്ളതുകൊണ്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവരാരും എന്നെ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധമാണ് അവരുമായിട്ടെല്ലാം ഉള്ളത്. അവരുടെ മക്കളൊക്കെ ആയിട്ട് നേരിട്ടുള്ള കൂടുതൽ പേരും നേരിട്ട് എന്നോട് ബന്ധമുണ്ട്. അവരുടെ ജീവിതത്തിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവമൊക്കെ നടക്കുന്ന സമയത്തും അവരുടെ അഭിപ്രായമൊക്കെ പറയുന്നതിനൊക്കെ എന്നോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നവർ തന്നെ. എങ്കിലും ബന്ധുത്വമില്ലാത്ത ഒരു ബന്ധുവാണ് ഞാൻ. അങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുള്ളത്, ഇപ്പോഴും ജീവിക്കുന്നത്. എൻ്റെ കൂടെ ഒരു ബന്ധു മാത്രമാണ് വന്ന് താമസിച്ചിട്ടുള്ളത്, ഒരു രാധാകൃഷ്ണൻ, അമ്മയുടെ ഒരു കസിൻ്റെ മോനാണ്. അവനാണ് എൻ്റെ വീട്ടിനകത്ത് വന്ന് ഒരു ബന്ധുവായിട്ട് കുറേ നാൾ ജീവിച്ചിട്ടുണ്ട്. ശരിക്കും ബന്ധുവാക്കി അവൻ എന്നെ ബാക്കിയുള്ളവരെല്ലാവരും പേര് വിളിക്കുമ്പോൾ അവൻ അണ്ണ എന്ന് വിളിച്ച് കളയും. അങ്ങനെ അവൻ്റെ പരിചയത്തിലാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഡോക്ടർ ലാലിനെയൊക്കെ പരിചയപ്പെടുത്തിയ ഈ രാധാകൃഷ്ണനാണ്. അപ്പോൾ അവൻ്റെ ഒരു വശത്തൂടെ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷനുണ്ട്. പല കൂട്ടുകാരും എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ രാധാകൃഷ്ണൻ്റെ പരിചയത്തിലുള്ള ആളുകളാണ്. അത് ഇന്നും തുടരുന്നുണ്ട്. അവൻ്റെ വിവാഹത്തിലായാലും അവൻ്റെ ജീവിതത്തിനകത്തുമൊക്കെ ഞാൻ ഒത്തിരി ഇടപെടാൻ ബാധ്യത വന്നിട്ടുള്ളതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു അല്പം ബന്ധുത്വം ഉണ്ടാക്കിയ ഒരാൾ രാധാകൃഷ്ണൻ മാത്രം, വേറെ ആരുമില്ല. ബാക്കി എല്ലാവരും എൻ്റെ അമ്മ സഹിതം ബന്ധു അല്ലാതിരിക്കുന്ന പോയിന്റിലാണ് ഞാനുമായിട്ട് പിന്നീട് തുടർന്നിട്ടുള്ളത്. അങ്ങനെ അത് നല്ല സൗഹൃദങ്ങളും ഒക്കെ നിലനിർത്താനായിട്ട് ഈ ബന്ധുത്വത്തിൻ്റെ അധികാരങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരാതെ അതിരുകൾ കാണേണ്ടതുണ്ട്, അതിരുകളിൽ നിർത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, പഴയ കാലത്ത് ബന്ധുത്വം കൊണ്ടായിരുന്നു നമ്മൾ വീടുകളെല്ലാം നടത്തിയിരുന്നത്. അങ്ങനെയായിരുന്നു ബന്ധുക്കളെ വിളിച്ച് കല്യാണമൊക്കെ കഴിക്കുന്നതിനൊക്കെ ഞാൻ ബന്ധുബലം അതാണ് വാക്ക്, ബന്ധുബലം കൊണ്ടായിരുന്നു ആളുകൾ ജീവിച്ചിരുന്നത്. അവിടുന്ന് അത് മാറേണ്ടതുണ്ട്. ഈ ജനാധിപത്യ സംസ്കാരത്തിനകത്ത് സൗഹൃദത്തിൻ്റെ ബലം കൊണ്ട് ജീവിക്കേണ്ടടുത്തേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ട്രാൻസിഷൻ കാലത്ത് ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഈ ബന്ധുക്കൾ ആരെങ്കിലും മോശമായതുകൊണ്ടല്ല, ബന്ധുക്കൾക്ക് അവരറിയാതെ നമ്മളുടെ മുകളിൽ അധികാരമുണ്ടെന്ന് അവരനുഭവിച്ചു പോകും. അങ്ങനെ അറിയാതെ അവർ അഭിപ്രായം പറഞ്ഞു പോകും. അതൊക്കെയാണ് ഇവൽക്കാലത്ത് വഴക്കിനുള്ള കാരണങ്ങളായിട്ട് തീരുന്നത്. ഞാൻ ഈ സ്ത്രീപുരുഷ ബന്ധത്തിനകത്ത് അമ്മയെ അച്ഛനെ അടുപ്പിക്കരുതെന്ന് പറയുന്നത് ഇവർ പഴയ യൂണിറ്റിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ട് പോകാൻ. അമ്മയും അച്ഛനും മക്കളും എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് പുറത്തായി പോവും നമ്മുടെ പങ്കാളികൾ. യഥാർത്ഥ പുതിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ പുതിയ സ്ത്രീപുരുഷ ബന്ധമാണ്. പക്ഷെ അവിടേക്ക് അമ്മയും അച്ഛനും കടന്നു വരുമ്പോൾ എൻ്റെ മകനോ മകളോ ആക്കി നമ്മളെ മാറ്റും. അങ്ങനെ രണ്ടുപേര് തമ്മിലുള്ള യൂണിറ്റ് ബ്രേക്ക് ചെയ്യാൻ അവരുടെ ഈ ബന്ധുത്വം കൊണ്ട് സംഭവിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പുതിയ യൂണിറ്റ് ഉണ്ടാക്കുന്ന എല്ലാവരും വീട് വിട്ട് മാറി താമസിക്കുക തന്നെ ചെയ്യണം. അതൊരു പ്രിലിമിനറി നീഡാണ്. അമ്മയും അച്ഛനെ നോക്കണ്ട എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല അത് പറയുന്നത്. പുതിയതായി രൂപപ്പെടുത്തുന്ന യൂണിറ്റിനകത്ത് നടക്കേണ്ട ഡിസ്കഷൻ പഴയ യൂണിറ്റിനകത്തേക്ക് പോകരുതെന്ന് പറയുന്നതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനത്തെ ഒരു ആരംഭം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ബന്ധുക്കളായിട്ട് തന്നെ തുടരാൻ പറ്റുള്ളൂ. അതിരറിഞ്ഞ് പരസ്പരം അവിടെയാണത് അതിരറിഞ്ഞ് പരസ്പരം കൂട്ടായിട്ട് നിൽക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുന്ന നിലവാരത്തിൽ ബന്ധുക്കളെ പോലും സുഹൃത്തുക്കളാക്കി മാറ്റേണ്ട കാലത്താണ് നമ്മളുള്ളത്. നമ്മുടെ ചുറ്റുപാടും വേണ്ടത് സുഹൃത്തുക്കളാണ്. ഞാൻ ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബന്ധുക്കളെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യത്തിനും ഇടപെട്ട് എന്നെ രൂപപ്പെടുത്തിയത് എൻ്റെ സുഹൃത്തുക്കളാണ്. അവരുടെ നമ്പർ വളരെ കൂടുതലാണ്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാനിപ്പോൾ
സുഹൃത്തുക്കളെ പറ്റി പറയണമെന്ന് എനിക്ക് ഭയങ്കര ഒറ്റയ്ക്ക് ഓരോരുത്തരെ പറ്റി പറയണമെന്ന് ആലോചിച്ചാൽ ചുരുങ്ങിയതൊരു 100-നും 150-നും ഇടയ്ക്കുള്ള ആൾക്കാർ വരും. അത് കഴിയില്ല. ഞാൻ പക്ഷേ ഇവിടെ അത് അക്നോളജ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് അപൂർണമാണ്. യഥാർത്ഥ എൻ്റെ ബന്ധുക്കൾ ആയ എൻ്റെ സുഹൃത്തുക്കളെ പറ്റി അവിടെ ഇവിടെയും ചില പേരുകൾ പറഞ്ഞല്ലാതെ അവരുമായിട്ടുള്ള എൻ്റെ ബന്ധവും എന്നെ രൂപപ്പെടുത്തി ഞാൻ ഇന്നിരുന്ന് ഈ പറയുന്ന ആളാകുന്നതിന് സാമൂഹികമായി മറ്റു മനുഷ്യർക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളതായി മാറിയിട്ടുള്ളത് ഈ സുഹൃത്തുക്കളുടെ നെറ്റ്വർക്കിനകത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാനൊരാളല്ല, ഒരു കൂട്ടമാണ്.